ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 29-ാം തിരുവചനം. ലേവി തൻ്റെ വീട്ടിൽ അവനു വേണ്ടി ഒരു വലിയ വിരുന്ന് നടത്തി. ചുങ്കക്കാരുടെയും മറ്റുള്ളവരുടെയും ഒരു വലിയ ഗണം അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു. പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി. സമൂഹത്തിൽ, പ്രത്യേകിച്ച് യഹൂദന്മാരുടെ ഇടയിൽ വെറുക്കപ്പെട്ടവനാണ് എങ്കിലും ചുങ്കക്കാരുടെ ഇടയിലും റോമൻ സാമ്രാജ്യത്തിലെ നേതൃത്വത്തിനിടയിലും വലിയ ഒരു സ്ഥാനമുണ്ടായിരുന്ന മനുഷ്യനാണ് ലേവി. അവരുടെ വിശ്വസ്തനായ കാർക്കശക്കാരനായ, ചുങ്കം പിരിക്കുന്ന കാര്യത്തിൽ അതിസമർത്ഥനായ ലേവി എന്ന മത്തായി തൻ്റെ സ്വന്തം കഴിവുകൾ കൊണ്ട് തന്നെ ഒരുപാട് ചുങ്കക്കാരുടെ നേതാവും പ്രധാന പട്ടണങ്ങളിലൊന്നായ കഫർന്നഹൂമിൽ റോമൻ സാമ്രാജ്യം നിയമിച്ചാക്കിയിരിക്കുന്ന അനേകം ചുറ്റുപാടുള്ള പട്ടണങ്ങളുടെയും ഗ്രാമങ്ങളുടെയും ചുങ്കം പിരിക്കുവാൻ അധികാരമുള്ളവരുടെ നേതാവായിരിക്കുന്ന ഒരു ഉന്നത സ്ഥാനം വഹിക്കുന്ന ലേവി എന്ന അതിപ്രശസ്തനായ ചുങ്കക്കാരൻ. അതുകൊണ്ടായിരിക്കണം അവരുടെ പ്രധാന ചുങ്കക്കാരൻ വിളിച്ചപ്പോൾ യേശുവിൻ്റെ കൂടെ വിരുന്നിൽ പങ്കെടുക്കാൻ ചുങ്കക്കാരുടെയും മറ്റുള്ളവരുടെയും ഒരു വലിയ ഗണം ലേവിയുടെ ഭവനത്തിൽ വന്നത്. എത്രയോ തവണ ഈ വലിയ വീട്ടിൽ, ലേവിയുടെ വലിയ വിരുന്നുശാലയിൽ ഈ ചുങ്കക്കാരെല്ലാം പാതിരാത്രിയോളം നീളുന്ന വിരുന്നിനായി അവർ വന്നിരിക്കുന്നു. റോമക്കാരുടെ പ്രധാനികളുടെ കൂടെയും സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള മറ്റ് ചുങ്കക്കാരുടെ കൂടെയും എത്രയോ അത്താഴ വിരുന്നുകളിൽ ഇവരെല്ലാം ഒരുമിച്ച് ഈ ഒരു വിരുന്നുശാലയിൽ അവർ പങ്കെടുത്തിരിക്കുന്നു. യഹൂദന്മാരെല്ലാം വെറുപ്പോടും ദേഷ്യത്തോടും വളരെ അസൂയയോടും മാത്രം കണ്ടിരുന്ന പണക്കാരുടെയും ചുങ്കക്കാരുടെയും തങ്ങളെ അടിച്ചമർത്തി ഭരിക്കുന്ന റോമൻ സാമ്രാജ്യത്തിലെ ഭരണാധികാരികളുടെയും വിരുന്നുകൾ. ഇതാ ഇവിടെ അങ്ങനെ ഒരു വിരുന്നിലേക്ക്, പാപികളുടെ മധ്യത്തിലേക്ക് അവരുടെ അതിഥിയായി കടന്നു ചെല്ലുന്ന യേശു. ഒരുപാട് പേർ അവനെ ആരാധിച്ചു തുടങ്ങിയ സമയം. യഹൂദന്മാർ തങ്ങളുടെ രക്ഷകനായി റോമൻ സാമ്രാജ്യത്തിൽ നിന്നും ചുങ്കക്കാരുടെ ബലാത്കാരത്തിൽ നിന്നും തങ്ങളെ രക്ഷിക്കാൻ വന്നവനായി കണ്ട യേശു ഇതാ ഇവിടെ ഈ രാത്രിയിൽ പാപികളുടെ കൂടെ, അതും തങ്ങളുടെ ശത്രുക്കളുടെ കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുവാൻ പോകുന്നു. സാധാരണക്കാരുടെ മനസ്സിൽ, യഹൂദ മതപ്രധാനികളുടെ ചിന്തയിൽ യേശുവിനോടുള്ള വെറുപ്പ് മുള പൊട്ടുന്ന സമയം. എന്നാൽ നാം ഇവിടെ കാണേണ്ടത് അനേകം ആത്മാക്കളെ, പാപികളായ അനേകം യഹൂദന്മാരെ, എന്തിനധികം പറയുന്നു, ചില റോമൻ സാമ്രാജ്യത്തിലെ നേതാക്കളെയും പട്ടാള പ്രമാണിമാരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന യേശു. അങ്ങനെ ഒരു റോമൻ ശതാധിപനാണ് തൻ്റെ ഒരു വേലക്കാരന് വേണ്ടി, അവൻ്റെ ജീവന് വേണ്ടി യേശുവിൻ്റെ അടുക്കൽ വരുന്നത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിൽ നാം കാണുന്നുണ്ട്. ആ ശതാധിപൻ യേശുവിൻ്റെ അടുത്ത്, അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും എന്ന് അറിയിക്കുകയും യേശു ആ റോമൻ ശതാധിപനെക്കുറിച്ച്, ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ആ യഹൂദനല്ലാത്ത വിജാതീയനെപ്പറ്റി യേശു പറയുന്നത്. ഞാൻ ഒരു പാപിയാണ് എന്ന ചിന്തയുള്ളവരുടെ അടുത്ത് വരുന്നവനാണ് യേശുവേ നീ എന്ന് ഞങ്ങൾ അറിയുന്നു, വിശ്വസിക്കുന്നു. ചുങ്കക്കാരുടെ തലവനായ ലേവിയുടെയും അവൻ്റെ വിരുന്നിൽ പങ്കെടുത്തിരുന്ന അനേകം പാപികളെയും ഒറ്റ രാത്രി കൊണ്ട് നിന്നിലേക്ക് ആകർഷിച്ച യേശുവേ, ഞങ്ങളുടെ അനുദിന വ്യാപാരത്താൽ സമയം കൊല്ലുന്ന ഞങ്ങളുടെ ചെയ്തികൾ, നിൻ്റെ സ്തുതികൾ മുടക്കുന്ന, നിൻ്റെ ആരാധനകളിൽ പങ്കെടുക്കാതെ, നിൻ്റെ വിശുദ്ധ ബലികളിൽ ഭാഗവാക്കാകാതെ, നിന്നിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ അകന്നു നിൽക്കുന്ന, തെറ്റിൽ നിന്നും തെറ്റിലേക്ക്, പാപങ്ങളിൽ നിന്നും പാപങ്ങളിലേക്ക് അനുദിനം നടക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു അത്താഴ വിരുന്നിനായി ഒരു പ്രാവശ്യം നീ വരണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഞങ്ങളെ നിന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു വിളി ആ ലേവിയുടെ
ജീവിതത്തിൽ ഉണ്ടായതുപോലെ നിന്നിൽ നിന്നും ഞങ്ങൾ ആ വിളി ശ്രവിക്കുവാൻ ഈ ദിവസം ഞങ്ങളെ നീ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ലേവിയുടെ വിരുന്നുശാലയിൽ നിന്നെ അടുത്തറിഞ്ഞ വ്യക്തികളിൽ ഒരാളായി ഞങ്ങളും നിന്നെ ആരാധിക്കുവാനും വിശ്വസിക്കുവാനും സംഗതിയാകണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.